അങ്ങനെ ഓണത്തിന് തൃശ്ശൂർ ഒരുങ്ങി കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ എല്ലാ ആഘോഷങ്ങളുടെയും സംഗമ കേന്ദ്രമാണ് ഈ തേക്കിൻകാട് മൈതാനിയും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടും. ഇപ്പോൾ തന്നെ നാം മേയറുടെ ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, കൊട്ട് കണ്ടു. വലിയ സെറ്റപ്പിലാണല്ലോ. 100%. ഈ പ്രാവശ്യം ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ്. അതിനാണ് ഞങ്ങൾ ഈ മിടുക്കന്മാരെ കൊണ്ടുവന്ന് ഈ പ്രാവശ്യം ഭിന്നശേഷിക്കാരാവട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു തുടക്കമാണ്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം നമ്മൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒടുക്കം ഒരു സംഭവമായി മാറും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതായത് മേയറെ ഈ വർഷം ഈ കാലാവധി തീരുന്നതോടുകൂടി തകർത്തരിപ്പണാക്കുന്നു. ആകെ കൂടി ഇതുവരെ കാണാത്ത ഒരു പുലിക്കളി ഞങ്ങളിവിടെ നടത്തും. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ വർഷം അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അന്യം നിന്ന് പോകരുത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമാണിത്. ഇത് ലോകം മലയാളികൾ കാത്തു നിൽക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാമോ അതെല്ലാം പൂർണ്ണമായ സഹകരണം നടത്തിക്കൊണ്ട് ഇത് നിലനിന്ന് പോകണം. പുതിയ തലമുറയ്ക്ക് അറിയണം. ഇത് കണ്ടിന്യൂ പ്രോസസ്സായി പോകണം. അതിന് എന്ത് സഹായം ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ 3 പൂവാണ് പ്രധാനം. പൂരം, പുലികളി, മൂന്നാമത്തെ പൂരം, പുലികളി, പൂക്കളം. ഇപ്പൊ 3 വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഇത് ഗംഭീരമാക്കിയിട്ട് ഒഴിയൂ. 100%. ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ ഏതായാലും ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു പാട്ട് പാടുവാൻ അവന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഏതായാലും ഓണം എത്തിക്കഴിഞ്ഞു. അതിന്റെ ആഘോഷവും ഗംഭീരമായി നടക്കാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. സർവം നടക്കുന്നതാ നിന്റെ നടക്കോ അമിക്കുന്നീതാ സമാധി കൊള്ളും സംസാരാധിക സമസ്താകരാധകം ശനിക്ക ദേവാ വടക്കുന്നാഥ സർവം നടക്കുന്നാഥ